അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 130 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ആരെഴുതിയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 32, 51, 130, 143 സങ്കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ പാപക്ഷമയെക്കുറിച്ചും ദൈവസ്നേഹത്തെയും ദൈവകൃപയെയും കുറിച്ചും സംസാരിക്കുന്ന പുസ്തകങ്ങളാണ്. അനേക ദൈവഭക്തന്മാർ ഇന്നും 130 സങ്കീർത്തനം വായിച്ച് ആശ്വാസം പ്രാപിക്കുന്നുണ്ട്. ജോൺ ബെനിയൻ 130 സങ്കീർത്തനം വായിച്ച് ആശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. 130 സങ്കീർത്തനത്തെ പാപക്ഷമയ്ക്കുള്ള വഴിയായി പറയപ്പെടുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം പ്രാണവായു അല്ല, പിന്നെയോ പാപക്ഷമയാണ്. പാപക്ഷമ ലഭിച്ച ഒരു വ്യക്തി പ്രാണവായു ലഭിക്കാതെ മരിച്ചാൽ യേശുവിനെ നേരിൽ കണ്ട് സന്തോഷിക്കുവാൻ കഴിയും. എന്നാൽ പ്രാണവായു യഥേഷ്ടം ലഭിക്കുന്നുണ്ടെങ്കിലും പാപക്ഷമ പ്രാപിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും മരിച്ചു കഴിയുമ്പോഴും നരകയാതനയാണ് അനുഭവിക്കേണ്ടി വരിക. കാരണം പാപക്ഷമ പ്രാപിക്കാത്ത വ്യക്തിയുടെ ഹൃദയത്തിൽ സാത്താന് യഥേഷ്ടം കയറി പാർക്കുവാൻ കഴിയുകയും ആ വ്യക്തിയെ കൊണ്ട് സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്യിക്കുവാനും ദൈവത്തിനെതിരെ പാപം ചെയ്യിക്കുവാനും കഴിയുകയും ചെയ്യുന്നു. പാപക്ഷമ ലഭിക്കുവാനുള്ള ഏക മാർഗം 130 സങ്കീർത്തനം 1 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവത്തോട് നിലവിളിക്കുക എന്നത് മാത്രമാണ്. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവൻ്റെ ഒരേ ഒരു ആവശ്യം പാപക്ഷമയാണ്. ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ, ദൈവം നമ്മുടെ പാപത്തെ ഓർത്താൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ അറിയാം. അതുകൊണ്ടാണ് അവൻ നിലവിളിക്കുന്നത്. ഇന്ന് അനേകം ആളുകളും പാപം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നതിന് കാരണം ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കുകയില്ല എന്ന ചിന്തയാലാണ്. നൂറ്റാണ്ടുകളോളം പലസ്തീനിൽ ജീവിച്ചിരുന്ന അമോര്യരും ഹിത്യരും പെരിസ്യരും ഹിവ്യർ യബൂസ്യർ മുതലായ ജാതികളും ദൈവത്തോട് മഹാപാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ആ കാലഘട്ടത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന പലസ്തീൻ കൊടുക്കുമെന്ന്. ഈ വാർത്ത കേട്ട അബ്രഹാമിന് മക്കൾ ഇല്ലായിരുന്നു. ഈ വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുക്കുമ്പോൾ ദൈവം പറയുകയാണ്, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന്. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 16 വാക്യമാണ് നാം കേട്ടത്. അതായത് മക്കളില്ലാതിരുന്ന അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതിന് ശേഷം ഇസ്ഹാക്ക് ജനിക്കുന്നു. ഇസ്ഹാക്കിന് യാക്കോബ് ജനിക്കുന്നു. യാക്കോബിന് 12 മക്കൾ ഉണ്ടാകുന്നു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് യാബോക്ക് കടവിൽ വെച്ച് അവൻ്റെ പേര് ഇസ്രയേൽ എന്ന് മാറ്റിയതിനാൽ യാക്കോബിന് ജനിച്ച മക്കൾക്ക് ഇസ്രയേൽ മക്കൾ എന്ന് പേരാകുന്നു. ആ ഇസ്രയേൽ മക്കൾ 430 വർഷം മിസ്രയീമിൽ കഠിനമായ അടിമപ്പണി എടുക്കേണ്ടി വന്നെങ്കിലും ദൈവം കൊടുത്ത വാഗ്ദാന പ്രകാരം അവർ മരുഭൂമി വഴിയായി അനേകം യുദ്ധങ്ങൾ ചെയ്ത് അനേകം രാജാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കനാൻ ദേശമായ പലസ്തീനിൽ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ദേശനിവാസികളായിരുന്ന അമോര്യരെയും ശേഷം ജാതികളെയും അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. അബ്രഹാമിന് ദൈവം കനാൻ ദേശമായ പലസ്തീൻ വാഗ്ദാനം കൊടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് അമോര്യരുടെ അതിക്രമം അഥവാ അവരുടെ മ്ലേച്ഛ പാപം അവർ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ്. അന്ന് മുതൽ ഇസ്രയേൽ മക്കൾ കനാൻ നാട് പിടിക്കുന്നത് വരെ ഏകദേശം 700 വർഷം ദൈർഘ്യമുണ്ട്. ആ 700 വർഷവും ദൈവം അമോര്യരുടെ പാപത്തിന് ശിക്ഷ കൊടുക്കുകയോ അവരുടെ പാപനിമിത്തം അവരുടെ ദേശത്തു നിന്നും നീക്കിക്കളയുകയോ ചെയ്തില്ല. കാരണം ദൈവം ദീർഘക്ഷമയുള്ളവനും മഹാകരുണയുള്ളവനുമായതിനാലാണത്. ഇസ്രയേൽ മക്കൾ കനാൻ നാട്ടിലുള്ള പാപികളെ നീക്കിക്കളയുമ്പോൾ യഹോവ ഇസ്രയേൽ മക്കളോട് പറയുകയാണ്, ഞാൻ ഈ ജാതികളെ നീക്കിക്കളയുന്നത് അവരുടെ മ്ലേച്ഛ പാപങ്ങൾ നിമിത്തമാണ്. ഇസ്രയേലെ നിങ്ങൾ വിശുദ്ധരാകിയാലല്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ മ്ലേച്ഛതകൾ പ്രവർത്തിച്ച് പാപം ചെയ്താൽ ഞാൻ നിങ്ങളെയും ഈ ദേശത്തു നിന്ന് നീക്കിക്കളയും. ഇസ്രയേൽ മക്കൾ കനാൻ നാടായ പലസ്തീനിൽ താമസം തുടങ്ങി. അവർ ദൈവത്തെ കോപിപ്പിച്ചു. അനേകം പാപങ്ങൾ അവർ ചെയ്തു. അവർക്ക് മുമ്പുണ്ടായിരുന്ന ജാതികൾ ചെയ്തതിനേക്കാൾ വലിയ പാപങ്ങൾ ഇസ്രായേൽ മക്കൾ ചെയ്തു. കാലാകാലങ്ങളായി ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടി അവരുടെ പാപത്തിനെതിരെ മുന്നറിയിപ്പുകൾ കൊടുത്തു. മുന്നറിയിപ്പ് ഇപ്രകാരമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ചില്ല എങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങളെ അന്യദേശത്തേക്ക് അടിമകളായി വിറ്റുകളയും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന പ്രവാചകന്മാരെ ഇസ്രായേൽ മക്കൾ കൊന്നുകളഞ്ഞു. ഒടുക്കം ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിലെ 10 ഗോത്രത്തെ
അശ്ശൂർ രാജാവ് അടിമകളാക്കി കൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം അശ്ശൂർ രാജാക്കന്മാരെ കീഴടക്കി ബാബേൽ ചക്രവർത്തി പ്രാബല്യം പ്രാപിച്ചപ്പോൾ ബാബേൽ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് 3 പ്രാവശ്യമായി ഇസ്രായേൽ ഗോത്രങ്ങളിൽ ശേഷിക്കുന്ന 2 ഗോത്രത്തെ യിരെമ്യാവിൻ്റെയും സിദെക്കിയ രാജാവിൻ്റെയും കാലത്ത് അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോയി. ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ സാരം എന്തെന്നാൽ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള സകല ജാതികളോടും, അത് ഇസ്രായേൽ മക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും, ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ രക്ഷ എന്ന് ചിന്തിച്ച് സുപ്രസാദ കാലമായ ഇന്ന് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമകനും ദൈവമകളുമായി തീരുവാൻ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു നമുക്കും പിതാവിനും മധ്യസ്ഥനായി നിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. 130 സങ്കീർത്തനം 4-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്യത്തിൻ്റെ അർത്ഥം, നാം യേശുവിൻ്റെ അടുക്കൽ പാപക്ഷമയ്ക്കായി ചെന്നാൽ നമുക്ക് പാപത്തിൽ നിന്നും മോചനവും നിത്യജീവനും യേശു തരും എന്നാണ്. കാരണം യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് പാപക്ഷമ ലഭിക്കുമ്പോൾ മാത്രമാണ് ദൈവഭയമുണ്ടാകുന്നത്. ദൈവഭയം നമുക്ക് ഇല്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ പാപങ്ങൾ ഇന്നും നമ്മിൽ ഉണ്ട് എന്നാണ്. പാപമുള്ളിടത്ത് സാത്താനും ഉണ്ടാകും. സാത്താൻ നമ്മിൽ ഉണ്ടെങ്കിൽ സകലവിധ അശുദ്ധ പാപവും നാം ചെയ്യും. പരസ്യമായിട്ടല്ല എങ്കിലും രഹസ്യമായി സാത്താൻ നമ്മെ കൊണ്ട് സകല പാപവും ചെയ്യിക്കുകയും ഒടുവിൽ നാം പാപിയായി തീരുമ്പോൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ചത് അറിയിക്കുകയും ചെയ്യുന്നു. നാളെ എന്ന ദിവസത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ നമ്മുടെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറയാം. നാളെ എന്നത് നമുക്കുള്ളതല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ പാപമോചനവും നീതീകരണവും നിത്യജീവനും ആ വ്യക്തിക്ക് ഉറപ്പായും യേശു കൊടുക്കും. സകല ശാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൽ നിന്നും പാപക്ഷമ പ്രാപിക്കുക എന്നതാണ് ആ മാർഗം. മറ്റാരും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയോ രക്തം ചൊരിയുകയോ ചെയ്തിട്ടില്ലാത്തതിനാലാണ് പാപമോചനത്തിന് യേശുവല്ലാതെ മറ്റൊരു വ്യക്തിയുമില്ല എന്ന് പറഞ്ഞത്. പാപക്ഷമ ലഭിച്ചാൽ നാം പിന്നെയും പാപച്ചേറ്റിൽ താഴുവാൻ യേശു സമ്മതിക്കാതെ നമ്മെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുന്നു. പാപക്ഷമ യേശു നമുക്ക് തരുമ്പോൾ അതിനോട് കൂടെ നമ്മുടെ ഹൃദയത്തിൽ മഹാസമാധാനവും മഹാസന്തോഷവും തരുന്നു. ആ സമയം മുതൽ യേശുവിൻ്റെ സംരക്ഷണവും സഹിത്വവും നമുക്ക് യേശു തരുന്നു. അതിനോട് കൂടെ തന്നെ നിത്യജീവനും യേശു നമുക്ക് തരുന്നു. യേശു നമുക്ക് പാപമോചനം തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിച്ചുകൊണ്ട് അപ്പോഴപ്പോൾ നാം നടക്കേണ്ടുന്ന പാത അവൻ ഉപദേശിച്ച് തരികയും ചെയ്യുന്നു. ആകാത്ത വഴിയിലേക്ക് തിരിയുമ്പോൾ അവൻ നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കും. നാം അത് അനുസരിക്കണമെന്ന് മാത്രം. മദ്യപാനിയായ തൻ്റെ മകളോട് യേശുവിൻ്റെ മകളായ അവളുടെ അമ്മ പറഞ്ഞു, മോളെ, നീ പോകുമ്പോൾ യേശുവിന് നിൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കൂ മോളെ, നിൻ്റെ യാത്ര അവൻ സഫലമാക്കും. ആ മകൾ ആ വാക്കിന് വില കൽപ്പിച്ചില്ല. വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്ന ആ മകൾ ഒരു യാത്ര പോവുകയായിരുന്നു. അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് അവൾ പോകുന്നത്. സ്വന്തം കാർ സ്വന്തമായി ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. കാറിൻ്റെ ഡിക്കിയിൽ ഒരു ട്രങ്ക് നിറയെ മുട്ടകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കൂട്ടുകാരുമായി മദ്യപാനത്തിനുള്ള പോക്കായിരുന്നു അത്. അവളുടെ അമ്മ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടി, എൻ്റെ കാറിൻ്റെ ഡിക്കിയിലെ ട്രങ്കിൽ വേണമെങ്കിൽ യേശു കയറി ഇരുന്നു കൊള്ളട്ടെ എന്നായിരുന്നു. വളരെ അഹങ്കാരത്തോടെ മാതാവിൻ്റെ വാക്കുകൾക്ക് ചുട്ട മറുപടി കൊടുത്ത് അവൾ യാത്ര തിരിച്ചു. ഏതാനും കിലോമീറ്ററുകൾ അവൾ കാർ ഓടിച്ചു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അതിവേഗത്തിലുള്ള ആ യാത്രയിൽ നിയന്ത്രണം വിട്ട് കാർ അപകടത്തിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. അവൾ അപ്പോൾ തന്നെ മരിച്ചിരുന്നു. കണ്ടാൽ കാറാണെന്ന് തോന്നാതെ വണ്ണം ആ വാഹനം ചാളങ്ങിക്കൂടി. എന്നാൽ യേശുവിനോട് വേണമെങ്കിൽ ഡിക്കിയിലെ ട്രങ്കിൽ കയറി ഇരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ ട്രങ്കുണ്ടല്ലോ, അതിന് യാതൊരു കേടും സംഭവിച്ചില്ല. തന്നെയുമല്ല, അതിലൊരു മുട്ട പോലും പൊട്ടിപ്പോയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു ഉള്ള ട്രങ്കിലെ മുട്ട പൊട്ടുകയില്ല. യേശു ഉള്ള ഭവനത്തിൽ സമാധാനമുണ്ടാകും. യേശു ഉള്ള ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് സമാധാനമായി സംസാരിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരോടും കരുണയായി സംസാരിക്കുവാനും കഴിയും.
കാരണം ആ വ്യക്തി പാപക്ഷമ ലഭിച്ച വ്യക്തിയാകയാൽ ദൈവാത്മാവ് ആ വ്യക്തിയിൽ വസിക്കുന്നു എന്നതാണ് അതിന് കാരണം. ആ വ്യക്തിയെ ഭരിക്കുവാൻ സാത്താന് കഴിയുകയില്ല. ഒരു മനോരോഗ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞത്, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ആശുപത്രിയിലെ 75% രോഗികൾക്കും സമാധാനത്തോടെ രോഗം മാറി വീട്ടിൽ പോകുവാൻ കഴിയുമായിരുന്നു എന്നാണ്. പാപക്ഷമ ലഭിച്ചാൽ മറ്റുള്ളവരോട് കയ്പായിരിക്കുവാനോ ക്ഷമിക്കാതിരിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. കോപം, പരദൂഷണം, അസൂയ, സ്വാർത്ഥത, ആത്മപ്രശംസ, മറ്റുള്ളവരുടെ ബഹുമാനത്തിനായി ഉള്ള ആഗ്രഹം, ഇതെല്ലാം ചെറിയ പാപങ്ങളാണ്. എന്നാൽ ഈ പാപങ്ങളെല്ലാം നമ്മെ ക്രമേണ വലിയ പാപികളാക്കി തീർക്കുകയും നിത്യനരകത്തിൽ നമ്മെ എറിയുകയും ചെയ്യുന്നു. ആകയാൽ നമ്മുടെ ഹൃദയത്തിൽ ആർക്കെങ്കിലും എതിരായൊരു മുഷിച്ചിൽ വന്നാൽ ഉടനെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം മുഷിച്ചിൽ വന്നാൽ ചിന്തിച്ചു കൊള്ളുക, അതിൻ്റെ കൂടെ സാത്താനും വരും. ആകയാൽ നമ്മുടെ കുറവുകൾ ക്ഷമിക്കുവാനായി നമുക്ക് യേശുവിൻ്റെ അടുക്കൽ കടന്നു വരാം. ഏറ്റവും വലിയ പാപക്കുഴിയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇനി തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന യോനയാണെങ്കിലും, യേശുവിനോട് നിലവിളിച്ചാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു അതിന് നമ്മോട് ആവശ്യപ്പെടുന്നതൊന്നു മാത്രം, ബൈബിൾ വായിക്കുകയും അനുസരിക്കണമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുകയും വേണം എന്നത്രേ. ആകയാൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ വചനം അനുസരിച്ച് നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല വചനം നൽകി തന്നതിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപക്ഷമ ലഭിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് കൃപ കൊടുക്കണമേ. അങ്ങ് തിരിച്ചറിയുവാൻ അവർ ഹൃദയക്കണ്ണുകളെ തുറക്കണമേ. അവർക്ക് പാപമോചനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.